യേശു ജനങ്ങളുടെ ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല, അവരുടെ ആത്മീയമായ ശൂന്യതയും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവരോട് അനുകമ്പ തോന്നിയത്. യഥാർത്ഥ ഇടയനില്ലാതെ അലയുന്ന, ആത്മീയമായും വൈകാരികമായും തകർന്ന മനുഷ്യരിലേക്ക് ഉറ്റുനോക്കാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, ദുരിതങ്ങളിൽ നാം മനസ്സലിവുള്ളവരായിരിക്കണം. അവരുടെ വേദനകളിൽ പങ്കുചേരണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സഹാനുഭൂതിയായിരിക്കണം നമ്മുടെ എല്ലാ ശുശ്രൂഷയുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. യേശു ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കുക മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ ശക്തി പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുക കൂടി ചെയ്തു. നമ്മുടെ വിശ്വാസം വെറും വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകരുത് എന്നാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിനെ പോലെ നമ്മുടെ വിശ്വാസവും പ്രവൃത്തികളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ അത് മറ്റുള്ളവർക്ക് കൂടുതൽ ഫലപ്രദമാവുകയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ വേല ദൈവത്തിൻ്റെ വേലയാണ്. അതിൻ്റെ വിജയത്തിനായി നാം ദൈവത്തെ കൂടുതലായി ആശ്രയിക്കേണ്ടതുണ്ട്. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ ദൈവശക്തിയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി പ്രാർത്ഥിക്കണം. നാം കർത്താവിനായി ഏത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നാം ഒറ്റയ്ക്കല്ല. നാം അവിടുത്തേക്കായി പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ആവശ്യമായ അധികാരവും ശക്തിയും നൽകും. ഇത് മനുഷ്യന്റെ കഴിവുകളെയോ സ്ഥാനമാനങ്ങളെയോ ആശ്രയിച്ചല്ല, മറിച്ച് യേശുക്രിസ്തുവിൽ നിന്നുള്ള അഭിഷേകത്തെയും ശക്തിയെയും ആശ്രയിച്ചാണ്. ഈ അഭിഷേകവും ശക്തിയും ദൈവകരങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി നമുക്കും പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങാം, ആത്മാക്കളെ നേടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.